ആ പ്രതികരണം അവർക്ക് അങ്ങനെ അച്ചടി ഭാഷയിൽ കൃത്യമായി പറയാൻ സാധിക്കില്ല എങ്കിലും അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ തീ കത്തിച്ചിരുന്നു. അത് വന്യജീവികൾ വരാതിരിക്കാനാണ്. പക്ഷേ തീ കെട്ടുപോയി, മഴ പെയ്തു, അങ്ങനെ ചിന്നിച്ചിതറി ഓടി എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലൊരു വ്യക്തതയാണ് കൈവരേണ്ടത്. ആന നേരിട്ട് ആക്രമിച്ചതാണോ, ആനയെ കണ്ട് ചിതറി ഓടിയപ്പോഴാണോ മരണം എന്നതൊക്കെ അത് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാവുന്നതോടെ അറിയാൻ സാധിക്കുമല്ലേ? അഭിലാഷ്, ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ബെന്നി ബെഹനാൻ MP കൂടി ചേരുന്നുണ്ട്. MP, ഇപ്പോഴും വനം വകുപ്പ് പറയുന്നത് ഇതൊരു കാട്ടാന ആക്രമണമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെയാണ്. പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്നത് ഒരാക്രമണം തന്നെയാണ്. എല്ലാ വന്യമൃഗ ആക്രമണത്തിലും ആളുകൾ മരിക്കുമ്പോൾ ആദ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അഭിപ്രായമാണ് ഇത് സംശയമുണ്ടെന്ന് പറയുന്നത്. അത് ഉത്തരവാദിത്തം ഒഴിയുന്നതിന് വേണ്ടി കാണിക്കുന്ന നടപടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി, ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. സ്വാഭാവികമായും ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ആ മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്, ഭരണകൂടത്തിനുണ്ട്. സാങ്കേതികമായ ഒട്ടേറെ വിദ്യകളുണ്ട്, ഇപ്പോൾ സാങ്കേതികമായ ഒട്ടേറെ അറിവുകളുണ്ട്. ഇപ്പോൾ ചൂട് കാലമാണ്, മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി താഴേക്ക് ഇറങ്ങുന്ന സമയമാണ്. ആ ചൂട് കാലഘട്ടത്തിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മൃഗങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ മൃഗങ്ങളുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിന് ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഗവൺമെൻറ്റാണ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ആദിവാസികൾ വനത്തിൽ പോകുന്നത്? അവർ വനത്തിൽ പോകുന്നത് വനവിഭവങ്ങൾ ശേഖരിച്ച് അവർക്ക് ഉപജീവനമാർഗം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതവർക്ക് അധികാരപ്പെട്ടതാണ്, അവർക്ക് മാത്രമുള്ള അധികാരമാണ്. അപ്പോൾ ഈ സമയത്ത് അവരോട് പോകരുത് എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായി ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള വഴികൾ ഗവൺമെൻറ് കൊടുക്കണം. അപ്പോൾ ഗവൺമെൻറ് അവർക്ക് കാട്ടിൽ പോകാതിരിക്കുമ്പോൾ അവരുടെ വീടുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക, അവരുടെ ഉപജീവനത്തിന് വേണ്ടി സഹായം ചെയ്യുക എന്നതൊരു ഗവൺമെൻറ് ബാധ്യതയാണ്. അപ്പോൾ നമുക്കറിയാം, കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കും, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് പറയുന്നത് പോലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന് ഗവൺമെൻറ് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ആധുനിക സൗകര്യങ്ങളുണ്ട്, സജ്ജീകരണങ്ങളുണ്ട്. ആ സജ്ജീകരണത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വനത്തിൽ പോയി ഉപജീവന മാർഗം നടത്തുന്ന ആദിവാസി സുഹൃത്തുക്കളോട് നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ബദൽ ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വീട്ടിലിരിക്കണം എന്നവരെ നിർദ്ദേശിക്കേണ്ടത്, ഉപദേശിക്കേണ്ടത് ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഇതൊന്നും ചെയ്യാതെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഉത്തരവാദിത്തം ഒഴിയുന്നതിന് വേണ്ടി അത് വന്യമൃഗങ്ങളുടെ ആക്രമണമാണോ, ഞങ്ങൾക്ക് സംശയമുണ്ട്, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് പറയാമോ എന്ന് പറഞ്ഞ് ഇതൊക്കെ തെറ്റായ ചില നറേഷൻസ് കൊടുത്ത് ഈ വിഷയത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതിന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഇവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു, പോസ്റ്റ്മോർട്ടം നടന്ന് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ഇതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു. പണ്ട് കാലഘട്ടത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല, ഇപ്പോഴും കിട്ടാനുണ്ട്. ഞങ്ങൾ പലർക്കും അന്വേഷിക്കാനത് പറഞ്ഞ നഷ്ടപരിഹാരം കൊടുത്തില്ല. അപ്പോൾ ഒന്ന് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം, പിന്നെ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പ് കിട്ടാതെ ഞാൻ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കളക്ടർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നൽകുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ ഈ ഡെഡ് ബോഡി വിട്ടുകൊടുക്കൂ. പലപ്പോഴും ഈ കാട്ടാനകളുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു താൽക്കാലിക ആശ്വാസം എന്നോണം ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുക, അല്ലാന്നുണ്ടെങ്കിൽ ഫെൻസിങ് നിർമ്മിക്കുക എന്ന് വാക്കാൽ പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടി എടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നാളുകളായി പറയുന്ന, കഴിഞ്ഞ കുറേ നാളുകളായി 10,000-4,000-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. എത്രയോ ആളുകളുടെ കൃഷിനാശമുണ്ടായി, 5,000-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗുരുതരമായൊരു സംഭവം ഉണ്ടായിട്ട് ഇതിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എടുക്കേണ്ട ഉത്തരവാദിത്തം എടുക്കുന്നില്ല എന്ന് ഞങ്ങൾ പരാതി. കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. നഷ്ടപരിഹാരം ആളുകൾ മരിച്ചവർക്ക് മാത്രമല്ല, കൃഷി നശിച്ച കർഷകർക്ക് പോലും നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. അപ്പോൾ അനാസ്ഥയുണ്ട്. അനാസ്ഥ മാത്രമല്ല, ഇതിനെക്കുറിച്ച് മുൻകരുതലെടുക്കണം, ഫെൻസിങ് നടത്തണം, അതിന് പണം കൊടുക്കണം. ഞാൻ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം നാഫഡ് അനുവദിച്ച തുക പോലും ഈ പറയുന്ന മേഖലയിൽ ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൊടുത്ത പണം, ബഡ്ജറ്റ് പ്രൊവിഷൻ വളരെ കുറവാണ്, കിട്ടേണ്ട പണം, ലഭിക്കേണ്ട പണം ചെലവഴിക്കുന്നില്ല. ഈ അനാസ്ഥകളൊക്കെ ഉണ്ടായിട്ട് മൃഗങ്ങളുടെ മുന്നിൽ ഞാൻ ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുന്ന പോലെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ കുഴപ്പം കൂടിയാണ് ഈ കാണുന്നത്. എത്രയോ സംസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അവിടെയൊന്നും ഉണ്ടാകാത്ത സംഭവങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മിനിയാന്നൊരു സംഭവം നടന്നു, അതിൻ്റെ ദുഃഖവും ആ മൃതശരീരം ഇന്ന് മറവിയാൻ പോകുന്നേ ഉള്ളൂ.
ഇന്നാണ് അതിൻ്റെ ഫ്യൂണറൽ നടക്കുന്നത്. അതിനു മുമ്പാണ് 2 പേർ മരിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരും ഈ ഭരണകൂടം എവിടെയായിരുന്നു ഇത്രയും ദിവസം? അതാണ് ഞങ്ങൾ അനാസ്ഥ എന്ന് പറയുന്നത്. ബെന്നി ബെഹനാൻ എം പിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിച്ചത്. എം പി പറയുന്നത് ഈ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ വന്ന്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇവിടെ വന്ന് ഇവർക്കൊരു ഉറപ്പ് നൽകണം. ഇനി ഇത്തരത്തിലൊരു ആളുകളുടെ മരണമുണ്ടാകില്ല, അല്ലെങ്കിൽ ഇനി ഒരു ജീവൻ പോലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ബാക്കി നടപടികളിലേക്ക് കടക്കാൻ സമ്മതിക്കുകയുള്ളൂ എന്നാണ് ബെന്നി ബെഹനാൻ എം പി ഇപ്പോൾ പറഞ്ഞത്. സർക്കാരിൻ്റെ വലിയൊരു അനാസ്ഥ അത് തുടർച്ചയായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കാട്ടാന ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടത് എന്ന ഒരു പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലൊരു വിശദീകരണം തരാമെന്നാണ് വനം വകുപ്പ് മന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അംബിക സതീഷ് എന്ന 2 ആദിവാസി 2 പേർ കൊല്ലപ്പെടുന്നത്. ഇവരെ 2 പേരുടെയും മൃതദേഹം, അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും സതീഷിന്റെ മൃതദേഹം പാറപ്പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത്. എന്തായാലും വലിയ ഒരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു യുവാവിനെ സമാനമായ രീതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിന്റെ ചടങ്ങുകൾ നടക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് വീണ്ടും 2 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇവിടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകരടക്കം വലിയ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു പ്രതിനിധി, ജില്ലാ കളക്ടർ അടക്കം ഇവിടെ എത്തി ഇവർക്കൊരു നഷ്ടപരിഹാരം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഇനി ഉണ്ടാകില്ല, ഇനി ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകുകയുള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് 2 പേരുടെയും ഇവർ ഈ വനമേഖലയിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കുന്നവരാണ്. അവിടെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നവരാണ്. അതിനിടയിലാണ് കാട്ടാനക്കൂട്ടം ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ഇവർ 4 പേരടങ്ങുന്ന സംഘമായിരുന്നു. പലരും ചിതറിയോടി. അതിൽ 2 പേരാണ് അംബികയും സതീഷിനെയും കാണാനില്ല എന്ന് ഒപ്പമുണ്ടായിരുന്നവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും പിന്നീട് നടത്തിയ തിരച്ചിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ബന്ധുക്കൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് വലിയൊരു പോലീസ് സന്നാഹവും ആശുപത്രി മുന്നിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഇവരുടെ മരണകാരണം കാട്ടാന ആക്രമണമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നാണ് വനം വകുപ്പ് അടക്കമുള്ളവർ പറയുന്നത്. പക്ഷേ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവരും അന്ന് ചിതറി ഓടിയവരിൽ മറ്റ് 2 പേരും പറയുന്നത് ഇവർ കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് ഇവർ കൊല്ലപ്പെട്ടത്. സതീഷിന്റെ ശരീരത്തിൽ കാട്ടാന ആക്രമണത്തിന്റെ പാടുകൾ, കാട്ടാന ആക്രമിച്ചതിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അഭിലാഷ്, താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്നുമാണ് നവമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നവമി ഈ സൂചിപ്പിക്കുന്ന പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ആധികാരികമായി എന്ത് സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഈ സംഘത്തിലുണ്ടായിരുന്ന ആൾ പറയുന്നതനുസരിച്ച് അവർ കുടിൽ കെട്ടി വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരാണ്. എത്ര കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് നമുക്ക് വ്യക്തതയില്ല. രാത്രി തീ കത്തിച്ച് ഈ കാട്ടാനകളെ അടക്കം അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ സംരക്ഷണത്തിനായി തീ കൂട്ടി കത്തിക്കുന്ന രീതിയുണ്ട്. പക്ഷേ മഴ പെയ്തതിനാൽ തീ കെട്ടുപോയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഒറ്റയാനല്ല ആക്രമിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആനക്കൂട്ടമാണ് എത്തിയത് എന്നും അറിയുന്നു. അതൊരു ആക്രമണ സ്വഭാവം പ്രകടിപ്പിച്ചതാണോ എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അങ്ങനെ ആനക്കൂട്ടം എത്തിയപ്പോൾ അവർ ചിതറി ഓടിയതാകാം, അങ്ങനെ മരണപ്പെട്ടതാകാം, അതല്ല എങ്കിൽ ആനയുടെ നേരിട്ടുള്ള ആക്രമണത്തിൽ ആകാം. ഇതിലൊക്കെ ഇനിയിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമല്ലോ. നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും എന്ന് വേണ്ടേ നമുക്ക് പ്രതീക്ഷിക്കാൻ, നവമി?